അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഹാദിയ എന്ന ഈ യുവതിയെ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കില്ല. അഖിലയായിരുന്നു ആദ്യം, പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് ഹാദിയായിട്ട് മാറി. ഈ ഹാദിയയുടെ അമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അഖില ഹാദിയായിട്ട് പോയിട്ട് അമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഈ അമ്മ മരിച്ചപ്പോൾ ഈ അഖില എന്ന ഹാദിയ കാണാൻ വന്നില്ല. കാണാൻ വരാത്തതിന് കാരണം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇവരെ പറഞ്ഞേക്കാത്തത് കൊണ്ടാണ്. സ്വന്തം അമ്മ മരണപ്പെട്ടാൽ പോലും സമ്മതിക്കാത്ത ഒരു മതമാണ് ഇസ്ലാം. ഇങ്ങനെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ, ഈ ഹാദിയയുടെ അമ്മ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. കൊല്ലത്താണ് ഇവരുടെ ഒരു വീട്. നമുക്കറിയാലോ, ഹാദിയ എന്ന് പേരുള്ള ആൾ കേരളത്തിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് ഇവൾ ഇസ്ലാം മതത്തിലേക്ക് വല്ലാതൊരു ആകർഷണീയമായി. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ തീരുമാനിച്ചത് ആ വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഇവൾ ഹാദിയ എന്ന പേരിൽ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമാണ് ഷെഫിൻ എന്ന പേരിലുള്ള ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചു. അപ്പോൾ അത് മനഃപൂർവ്വം ലവ് ജിഹാദാണ്. അങ്ങനെ ഭയങ്കര വിവാദങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവൾ വീട്ടുതടങ്കലിലാക്കി. കോണ്ടവരെ ആരിടപെട്ടിട്ടും ഇവരെ പുറത്തു വിടാൻ വീട്ടുകാർ തയ്യാറായില്ല. ഒടുവിൽ ഈ വിഷയം സുപ്രീം കോടതിയിലെത്തി. അങ്ങനെ സുപ്രീം കോടതിയാണ് ഇവർക്കൊരു വീട്ടുതടങ്കലിന് മോചനം കൊടുത്തത്. അവൾ ഇഷ്ടപ്രകാരം ആ ഒരു ഷെഫിൻ എന്ന പേരുള്ള യുവാവിൻ്റെ കൂടെ ജീവിച്ചു. അവൾ കോഴ്സ് പൂർത്തിയാക്കി. കോട്ടക്കൽ അവൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഭർത്തൃ പ്രശ്നങ്ങളായി. അവൾ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തു. അങ്ങനെ വേറൊരാളെ കല്യാണം കഴിച്ചു സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അതും എന്തോ ഡിവോഴ്സ് ആയി എന്നൊക്കെ പലരും പറഞ്ഞുണ്ടാക്കുന്നു. അവർക്ക് മാധ്യമങ്ങൾ വരാനോ മറ്റോ ഒന്നും താല്പര്യങ്ങളൊന്നുമില്ല. അവരുടെ സ്വകാര്യ ലൈഫ് അവർക്ക് പുറത്ത് പറയാൻ ഇഷ്ടവുമല്ല. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ വരുമ്പോഴൊക്കെ പരമാവധി മാധ്യമങ്ങളിൽ നിന്ന് മാറാനാണ് ഈ ഹാദിയ ശ്രമിക്കാറ്. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഹാദിയയുടെ അമ്മ മരണപ്പെട്ടിട്ട് അഖില എന്ന ഹാദിയ വന്നില്ല. ഈ വരാത്തതിൻ്റെ കാരണം ഇസ്ലാമാണോ? ഇസ്ലാമിൽ അങ്ങനെ അമ്മ ഏതു മതം മാറുന്ന എന്തുണ്ടായിക്കോട്ടെ, മാതാപിതാക്കളോട് കരുണ കാണിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മാതാപിതാക്കളുടെ കാൽക്കീഴിലാണ് സ്വർഗം എന്നുള്ള, മാതാപിതാക്കൾക്ക് വളരെ വലിയ പവിത്രത കൊടുത്തൊരു മതം വേറുണ്ടോ? കാണാൻ പോയിട്ടുണ്ടാണെങ്കിൽ അത് ഹാദിയുടെ പ്രശ്നമാണ്, അല്ലാതെ ഇസ്ലാമിൻ്റെ മേൽക്കാക്കണ്ട. സ്വന്തം മാതാവോ പിതാവോ മരണപ്പെട്ടാൽ പോലും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പുറത്തു പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ എഴുതി വിട്ടത്. ഇവർക്കതൊരു വലിയൊരു ക്ഷീണമായിരുന്നു അഖില ഹാദിയ ആയതും ഇറങ്ങിപ്പോയതൊക്കെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികളാണ് മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടുള്ളത്. അവിടെയൊക്കെ ഇതേപോലെ നിങ്ങൾ പറയോ? എവിടെയാണെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻക്കും സ്വന്തം മാതാപിതാക്കളെ അവഗണിക്കുന്നവൻക്കും ഈ ഭൂമിയിൽ നിന്ന് കർമ്മ എന്നുള്ള സാധനമുണ്ട്, അത് കിട്ടും. അവരാ വീട്ടിലേക്ക് വന്നാൽ അവർക്കൊരു സുരക്ഷിതത്വം തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ട്. ആ ഒരു ഫാമിലിയിൽ ഒരു പെൺകുട്ടി ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടിനെ ഇതുപോലെ പഠിക്കുന്നവർക്കുള്ള പ്രണയമായി. പിന്നീട് അവർ കല്യാണം കഴിച്ചു. കല്യാണത്തിന് ശേഷമാണ് അവൾ മതം മാറി വന്നു. ഇന്ന് ആ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു, സ്വന്തം അമ്മനെയും അച്ഛനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ എത്രയോ കേസുകളുണ്ടല്ലോ. അപ്പോൾ ഇത് മതത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ഇവിടെ പ്രശ്നം കിടക്കുന്നത് എവിടെയാണ്? ആളുകളുടെ പ്രശ്നമാണ്. ഇത് കിട്ടിയ ചാൻസിൽ സംഘപരിവാർ പ്രൊഫൈലുകളിലൊക്കെ ഇസ്ലാമിനെതിരെ അടിക്കാൻ കിട്ടുന്നൊരു വടി അവർ ഒരുപാട് തവണ ശ്രമിച്ചതാണ് ഹാദിയനൊന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ. പ്രണയത്തിൻ്റെ പേരിൽ മതം മാറുക, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇസ്ലാമിൻ്റെ ഒരു മതത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും മാറുന്നത്. ഇവർ വിവാഹത്തിന് വേണ്ടി മാറുക. ഹാദിയുടെ എന്ന് പറഞ്ഞാൽ ഹാദിയ വിവാഹത്തിന് വേണ്ടി മാറിയതുമല്ല. ഹാദിയയുടെ കൂടെ പഠിക്കുന്ന ആളുകളിൽ നിന്നുള്ള നല്ല സംസ്കാരങ്ങളും നല്ല രീതികളും അവൾ കണ്ടു മനസ്സിലാക്കിയപ്പോൾ അവൾ സ്വമേധയാ ഇസ്ലാമിലേക്ക് വന്നതാണ്. അല്ലാതെ വിവാഹമൊക്കെ പിന്നെ വരുന്നത്. ഇതൊന്നും ലവ് ജിഹാദൊന്നുമല്ല. അവൾ പഠിക്കുന്ന സമയത്ത് അവൾക്ക് തോന്നി ഈ ഒരു മതം കുഴപ്പമില്ല. അവളെ കൂടെ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളെ നല്ല കൾച്ചറും നല്ല സ്വഭാവം കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ്. അങ്ങനെ അവൾ മാറിയതിന് ശേഷമാണ് ഒരാൾ പ്രണയമല്ല, അത് അറേഞ്ച്ഡ് മാരേജാണ്, മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് കരുതിയപ്പോൾ അവൾ തന്നെ എന്ത് ചെയ്തു? അത് ഒഴിവായി. അതിലൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ വേറൊരാളെ കല്യാണം കഴിച്ചു. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അള്ളാഹുവിനെ നമുക്കറിയില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കുട്ടി ഹാദിയ അവരുടെ അമ്മ മരണപ്പെട്ട സമയത്ത് അച്ഛൻ്റെ പേര് അശോകൻ മരണപ്പെട്ട സമയത്ത് വന്നില്ല എന്നുള്ളതിന് ഇസ്ലാം എങ്ങനെ കുറ്റക്കാരനാവുക? ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നൊരു ഭാഗം എന്താണ്? നിങ്ങളുടെ മാതാപിതാക്കൾ ഏതു മതക്കാരാവട്ടെ, നിങ്ങൾ അവരോട് കടമകളും കടപ്പാടുകളും നിങ്ങൾ പാലിക്കണം എന്നുള്ളതാണ്. അവരെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അതാ വളാഞ്ചേരി ഭാഗത്തൊരു വേലായുധൻ എന്ന് പറയുന്ന ഒരാൾ, എന്തോ ഒരു മുസ്ലിമായ ഒരാൾ, അദ്ദേഹം തന്നെ അമ്മയുടെ കൂടെ നിൽക്കുന്നത്, അമ്മനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ആള് ഒരു പുതുസ്ലാമിയാണ്, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. മനോഹരൻ എന്നോ വില എന്നാണ് പേര്. ഇപ്പോഴത്തെ പുതിയ ഇസ്ലാമിലേക്ക് വന്ന പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇടക്കിടക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ പല ഇഷ്യൂസൊക്കെ ആയിട്ട് കാണാൻ ആൾ, ഞാൻ ആ പേര് ഓർക്കണില്ല.
അപ്പം അദ്ദേഹം തൻ്റെ അമ്മയെ കൂടെ നിർത്തിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഇസ്ലാമിൻ്റെ ഒരു കുഴപ്പമില്ല. അവർ സ്വീകരിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിൻ്റെ റീസൺ ഉണ്ടാവും. ഇപ്പോൾ കിട്ടിയ ചാൻസിൽ എന്ത് ചെയ്യാണ് ഇസ്ലാമിൻ്റെ മെക്കെട്ട് കയറാൻ. അതായത് ഭർത്താവിന് വളരെ വലിയൊരു സ്ഥാനം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. ആരുടെ സ്ഥാനം ഉണ്ടായാലും ഉമ്മാടെ സ്ഥാനമുണ്ട്, ഉപ്പാടെ സ്ഥാനമുണ്ട്, സഹോദരൻ്റെ സ്ഥാനമുണ്ട്, എല്ലാ സ്ഥാനങ്ങളും ഉള്ള ഒരാളാണ് ഈ ഭർത്താവ് ഭാര്യയ്ക്ക്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എന്താ പറയുക എക്സ്ട്രീം ലെവൽ പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഇത് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്രയും വളരെ വലിയൊരു ആദരവുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ ഭർത്താവ് പെർമിഷൻ കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ സ്ഥാനം പറഞ്ഞതാണ് ഭർത്താവിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ ഭാര്യ പോകാവൂ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള സ്ഥാനത്തിൻ്റെ മഹത്വം പറഞ്ഞതാണ്. ഇത് വെച്ചിട്ടാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് സ്വന്തം ഉമ്മ മരണപ്പെട്ടിട്ട് പോലും ഈ പെൺകുട്ടിയെ വിടാത്തത് ആ ഭർത്താവായിരിക്കില്ല. അപ്പോൾ ഹാദിയക്ക് വീട്ടുകാരോട് വിരോധം ഉണ്ടാവാൻ ഒരു കാരണം അന്ന് ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഹാദിയനെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട്. പരമാവധി അവളെ ഇസ്ലാമിൽ നിന്ന് മാറ്റാൻ വേണ്ടി ആ വീട്ടുകാർ ചെയ്യാത്ത കാര്യങ്ങളില്ല. അന്ന് ഈ ഒരു ഹാദിയക്ക് വേണ്ടി സംസാരിക്കാൻ പോയ ആളെ രാഹുൽ ഈശ്വർ. ഇപ്പം രാഹുൽ ഈശ്വരും ഇവർക്ക് ഭയങ്കര വിരോധമാണ്. ഈ വിരോധം അവരുടെ ഉള്ളിൽ നിന്ന് ഹാദിയയുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ഹാദിയ കോട്ടക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അമ്മയും അച്ഛനൊക്കെ കാണാൻ പോയിരുന്നു. അതിൻ്റെ ഫോട്ടോസുകളൊക്കെ കാണാം. നമ്മളൊന്നേ പറയുന്നുള്ളൂ, എത്ര വലിയ വിരോധം ഉണ്ടെങ്കിലും മാതാപിതാക്കളോടുള്ള സ്നേഹവും കടപ്പാടും മക്കൾ കാണിക്കണം. അത് കാണിക്കണ്ട എന്നുള്ളത് മതം മാറിയാലൊന്നും ഇസ്ലാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ പറയണ്ട. അത് ഹാദിയുടെ മാത്രം പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ മാത്രം പ്രശ്നമാണ്, അല്ലാതെ ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളെ അല്ല. ഈ കേരളത്തിൽ എത്രയോ ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മതം മാറുന്നവരുണ്ട്, മാറാത്തവരുണ്ട്. അവരൊക്കെ മാതാപിതാക്കളെ സ്നേഹിച്ചോ അല്ലാതെ ജീവിക്കുന്നത് അതൊക്കെ അവരുടെ മാത്രം പ്രശ്നങ്ങളാണ്. അത് അവരുടെ മതവുമായിട്ട് ഒരു ബന്ധവും അതിനില്ല. ഹാദി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാദിയക്കേറ്റ മാനസിക പീഡനം കാരണമായിരിക്കാം. അത് വിരോധം ഉണ്ടാവരുതെന്നാണ് പേഴ്സണിൻ്റെ ഒപ്പീനിയൻ. കാരണം അവർ മാതാപിതാക്കൾക്ക് സ്വന്തം മകൾ വേറൊരു മതക്കാരൻ്റെ കൂടെ പോവുക, വേറൊരു മതം മാറുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഒരു മുസ്ലിം ഫാമിലിക്ക് ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ നാളെ വേറൊരു മതക്കാരി ആയാൽ ഉൾക്കൊള്ളുമോ? തീർച്ചയായിട്ടും ഉൾക്കൊള്ളൂല. അതേപോലെ തന്നെയാണ് ഈ ഹാദിയുടെ ഉമ്മയും വാപ്പിയും. അത് മനസ്സിലാക്കേണ്ടത് ആരാണ്? മതം മാറിയവരാണ്. എൻ്റെ കാരണമാണ് എൻ്റെ ഉമ്മയും വാപ്പിയും എന്നോട് ഇങ്ങനെ എതിരിട്ടത്. ഏതായാലും അവരാണല്ലോ എനിക്ക് ജന്മം നൽകിയത്, അവരാണല്ലോ എന്നെ വളർത്തിക്കൊണ്ടുവന്നത്, അവരാണല്ലോ എനിക്ക് എൻ്റെ എല്ലാം ആക്കിയത്. ഇപ്പം ഞാൻ ഈ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ മാതാപിതാക്കളല്ലേ. അവരെന്നോട് എത്ര വിരോധം ഉണ്ടെങ്കിലും ആ മരിച്ചാൽ പോലും ചെല്ലേണ്ടത് ആരാണ്? ആ മകൾ ചെയ്യേണ്ടതാണ്, മകൾ ചെല്ലേണ്ടതാണ്. അത് ചെല്ലാത്തതിൻ്റെ ഉത്തരവാദിത്തം മതങ്ങൾക്കല്ല, ഒരു മതത്തിനുമല്ല. അത് ഹാദി അങ്ങനെ പോയിട്ടില്ലെങ്കിൽ 100% തെറ്റാണ്. ഹാദിയെ പോകേണ്ടതാണ്. സ്വന്തം ഉമ്മാനെ കാണാൻ വേണ്ടി പോകേണ്ടതായിരുന്നു, സ്വന്തം മാതാവിനെ കാണാൻ പോകേണ്ടതായിരുന്നു. പക്ഷെ കിട്ടിയ ചാൻസിൽ എന്ത് ചെയ്യാണ്? സോഷ്യൽ മീഡിയ മുഴുവനും മകള് പോയതിന് നെഞ്ചുപൊട്ടി മരണപ്പെട്ടു, ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളണ്ടേ. എന്തായാലും അവർക്ക് അവരുടെ മകള് പോയ വിഷമം ഉണ്ടാവും. അത് തീർക്കേണ്ടത് ആ മകളുടെ ബാധ്യതയാണ്. മറിച്ച് അതിന് ഇസ്ലാമിൻ്റെ തലയിലിട്ടിട്ട് എന്ത് ചെയ്യരുത്? ആഘോഷിക്കരുത്. അപ്പോൾ ഇന്നതിൻ്റെ കുറേ പോസ്റ്ററുകൾ ഞാൻ കണ്ടു. സംഘപരിവാർ പ്രൊഫൈലുകളിലും അല്ലാത്ത കുറേ ആളുകളും യുക്തിവാദികളായ ആളുകളും ഒക്കെ ഇത് ആഘോഷിക്കാൻ. കാരണം ഇസ്ലാമിനെതിരെ കിട്ടുന്നൊരു വടിയാണല്ലോ ഹാദിയ. ഇതുമാത്രമേ ലക്ഷ്യമുള്ളൂ. ഇതിൽ ഇസ്ലാമിന് എന്ത് ചെയ്യണ്ട? പ്രതി ചേർക്കണ്ട. അങ്ങനെ മാതാവിനെ കാണാൻ പോയിട്ടില്ലെങ്കിൽ അത് ഹാദിയുടെ മാത്രം പ്രശ്നമാണ്. മാതാവിനെ കാണാൻ പോകേണ്ടതായിരുന്നു എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കോഴിക്കോട് കുറ്റ്യാടി പാലേരി ഭാഗത്തുള്ള ഒരു അസ്ഹർ ഹമീദ് എന്ന് പേരുള്ള 35 വയസ്സുള്ള യുവാവ് ഒമാനിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടെന്നൊരു വാർത്ത കണ്ട് നമ്മളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു യുവാവിന് വേണ്ടി ദുആ ചെയ്യണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവും ഇതുപോലെ ഒമാനിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഒമാനിലായും താമസമുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഒരു യാത്രയിൽ വാഹനാപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിലും താഴെ വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന വിസാലമ്മയുടെ കുടുംബം മുഴുവനും ആ ഒരു അസ്ഹർ ഹമീദിന് വേണ്ടി എന്ത് ചെയ്യുക? ആ യുവാവിന് വേണ്ടി ദുആ ചെയ്യുക. മൈത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ഒമാനിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇവിടെ കാണുന്നത് ഒരു പുരാതന പള്ളിയാണ്. 33 വർഷം മുൻപ് ഈ പള്ളി അതിക്രൂരമായിട്ട് തകർക്കപ്പെട്ടു. ഈ പള്ളിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ പള്ളി തകർക്കപ്പെട്ടു, അവിടെ ഒരു ക്ഷേത്രമൊക്കെ പണിതു, പകരം ഒരു പള്ളി നിർമ്മിക്കാമെന്ന് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, സ്ഥലം കൊടുത്തിരുന്നു. പക്ഷേ അവിടെ പള്ളി മാത്രം എന്തായില്ല? യാഥാർത്ഥ്യമായില്ല. അപ്പോൾ 33 വർഷം മുൻപ് തകർക്കപ്പെട്ട ഈ പള്ളി ഇതുപോലെ ഒരു ദിവസം, ഒരു ഡിസംബർ 6-നാണ് തകർക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ ഒരു പള്ളിയുടെ പേരറിയുന്ന ആളുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.